ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഞാൻ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച ചിക്കൻ ബിരിയാണിയുടെ വീഡിയോസ് ഞാൻ ഇടയാണ് കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല. ചിക്കൻ ബിരിയാണി റെഡിയായിട്ടുള്ളത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കൂട്ടുകാരെ. ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട് കൂട്ടുകാരെ. എൻ്റെ വീട്ടിൽ വയ്ക്കുന്ന ചിക്കൻ ബിരിയാണി എങ്ങനെയാണെന്നുള്ള റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാരും ചിക്കൻ ബിരിയാണി ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ എൻ്റെ ചാനലിലുണ്ട് കൂട്ടുകാരെ. എല്ലാവരും കാണണേ. പിന്നെ ഇതാണ് ഞങ്ങൾ ഇന്നലെ വെച്ച ചിക്കൻ ബിരിയാണിയുടെ ബിരിയാണി. എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് തരണേ. എല്ലാവരും പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബർ തരണം. പിന്നെ കാണുന്ന കൂട്ടുകാരെല്ലാം കമൻ്റ് ഇടണം, എല്ലാം ചെയ്യണം കൂട്ടുകാരെ. എല്ലാവരും വീഡിയോസ് കാണണേ കൂട്ടുകാരെ. ഇതാണ് ഞങ്ങൾ ഇന്നലെ വെച്ച ചിക്കൻ ബിരിയാണി. കാണുന്നുണ്ടോ കൂട്ടുകാരെ? എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണേ കൂട്ടുകാരെ. ഞാൻ റെസിപ്പി എപ്പോഴും ഇട്ടില്ല. ചിക്കൻ ബിരിയാണി വെച്ചത് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കൂട്ടുകാരെ പുതിയ റെസിപ്പി ഇടാത്തത്. ആ രീതിയിൽ തന്നെ ഒരു മാറ്റവുമില്ല. അന്നിട്ട റെസിപ്പി എങ്ങനെയാണ് അതേപോലെ തന്നെ ഇന്നും വെച്ച ചിക്കൻ ബിരിയാണി. അതുകൊണ്ടാണ് ഞാൻ പുതിയ റെസിപ്പി ഒന്നും പറയാത്തത് കൂട്ടുകാരെ. എല്ലാവരും വീഡിയോസ് കാണണേ കൂട്ടുകാരെ. ഇത്രയേ ഉള്ളൂ. ഞാൻ ബിരിയാണി എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് കാണിച്ചത്. ഇതാണ് ഞങ്ങൾ ഇന്നലെ വെച്ച ചിക്കൻ ബിരിയാണി. എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് തരണേ കൂട്ടുകാരെ. ഞാൻ ചിക്കൻ എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റുന്നതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ചോറ് വിളമ്പുമ്പോൾ ചിക്കനെല്ലാം പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ചിക്കനെല്ലാം ഒതുക്കിയിടുന്നതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന കൂട്ടുകാരെ. ഇത് ഞാൻ ഇങ്ങനെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് വെറും ബിരിയാണി റെഡി ആയത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൂട്ടുകാരെ. എല്ലാവരും വീഡിയോ കാണണേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചിക്കൻ ബിരിയാണി വീഡിയോസ്. ഞാൻ റെഡിയായതാണ് കാണിക്കുന്നത്. ഓക്കെ, ബൈ കൂട്ടുകാരെ. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ.